ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. സാധാരണയായി മലയാളി വീട്ടമ്മമാർക്കെല്ലാം തന്നെ പലതരം വിഭവങ്ങൾ പരീക്ഷിക്കാൻ ഇഷ്ടമാണ്. പലതരം എന്ന് വെച്ചാൽ ഇപ്പോഴത് ട്രെൻഡ് കൂടിക്കൂടി വരികയാണ്. സാധാരണയായിട്ട് നമ്മൾ കടകളിൽ വാങ്ങുന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ തയ്യാറാക്കിയാൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് വീട്ടമ്മമാരെ എനിക്കറിയാം. കാര്യം അത് പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം മോഡേണാണ്. ഒരുപാട് കാര്യങ്ങൾ, ആധുനികമായ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ പല മെഷീനറി ആയിട്ടാണെങ്കിലും, ഇപ്പോൾ കുക്കിംഗ് യുട്ടൻസിൽസ് ആണെങ്കിലും, പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഇതൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള കാര്യം, എല്ലാ കാര്യങ്ങളും ഇപ്പം പലതരം ഇലക്ട്രിക് അവൻസ്, ഇങ്ങനെ എല്ലാം വിപണിയിൽ സുലഭമായി കിട്ടുന്ന കാര്യം. അതേസമയം വളരെ നാടനായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണ്. ഈ നാടനോടുള്ള ഇഷ്ടം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ പുതിയ പരീക്ഷണങ്ങളും നടത്തുക പതിവാണിപ്പോൾ. അപ്പോൾ ഈ പേസ്ട്രീസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പേസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ബേക്കറിയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഏത് ബേക്കറിയിലാണ് ഇപ്പോഴത്തേക്ക് ബേക്കറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ടൈപ്പ് ബേക്കറി അല്ല, ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുള്ള ബേക്കറികൾ, ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ നല്ല ഭംഗിയുള്ള ഒരുപാട് വിഭവങ്ങൾ നമ്മൾക്ക് മുന്നിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം പേസ്ട്രീസ് അവിടെ പോയി വാങ്ങുമ്പോൾ നല്ല വിലയുമാണ്. അതേസമയം നമ്മൾ അതിൻ്റെ ഭംഗി കണ്ട് വാങ്ങുകയും ചെയ്യും. ഒരുപക്ഷെ വീട്ടിൽ ഇതൊക്കെ തയ്യാറാക്കാൻ സാധിച്ചാൽ എത്ര നന്നായിരുന്നേനെ അല്ലേ? അങ്ങനെയുള്ള ചില പേസ്ട്രീസൊക്കെ നമ്മൾ വീട്ടിൽ പരീക്ഷിക്കണം. അപ്പോൾ അത്തരം ഒരു പേസ്ട്രിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊരു പേസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു കേക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായൊരു കേക്ക്സിൻ്റെ കാറ്റഗറിയിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പേസ്ട്രീസിന് കുറച്ച് വ്യത്യാസം, മധുരമാണ്. ഇത് ബേക്ക് ചെയ്തെടുക്കുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ പേര് തന്നെ ലെമൺ ബാസ് എന്നാണ് കേട്ടിരിക്കുന്നത്. ലെമൺ ബാറാവാം, അല്ലെങ്കിൽ ലെമൺ സ്ക്വയർ ആകാം. അത് ഇഷ്ടമുള്ള ആകൃതിയിൽ എങ്ങനെയാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് അതനുസരിച്ചിട്ട്. അപ്പോൾ ഒരു ചെറിയ പുളിയൊക്കെയുള്ള ഒരു യെല്ലോ കളർ, മഞ്ഞ നിറത്തിലുള്ള ലെമൺ ബാർ, ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പേസ്ട്രിക്ക് വേണ്ട ചേരുവകൾ: മൈദ മാവ് 2 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, കോൺഫ്ലവർ 2 ടീസ്പൂൺ, വെണ്ണ 200 ഗ്രാം, ഉപ്പ് 1 നുള്ളിൻ്റെ പകുതി. ഇനി ഫില്ലിങ്ങിന് വേണ്ട ചേരുവകൾ: മുട്ട 4 എണ്ണം, പഞ്ചസാര 1/2 കപ്പ്, മൈദ മാവ് 3 ടേബിൾ സ്പൂൺ, നാരങ്ങാനീര് 3 ടേബിൾ സ്പൂൺ, ലെമൺ യെല്ലോ കളർ 1/2 ടീസ്പൂൺ, പശുവിൻ പാൽ 1/4 കപ്പ്, നാരങ്ങാത്തൊലി ചുരണ്ടിയത് 1/2 ടീസ്പൂൺ. അപ്പോൾ നമുക്കിനി ആ ലെമൺ പേസ്ട്രി തയ്യാറാക്കാം. അപ്പോൾ ലെമൺ ബാസ്, BARS എന്നാണ് പേര്. അല്ലെങ്കിൽ ലെമൺ സ്ക്വയർസ് എന്നില്ല, സ്ക്വയറായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇതൊരു ലെമൺ പേസ്ട്രിയാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു പേസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ബേസ് തയ്യാറാക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സെക്കൻഡ് ലെയർ പോലെ ഫില്ലിങ് ഒഴിച്ചിട്ട് വീണ്ടും ഒരു ബേക്കിംഗ് നടത്തുമ്പോൾ അത് സെക്കൻഡ് ലെയറായിട്ട് മാറും. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് 2 തട്ടായിട്ടാണ് ഇങ്ങനെ വരുന്നത്. മുറിച്ച് വരുമ്പോൾ 2 കളറിൽ 2 ലെയറായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ബേസ് എന്ന് പറഞ്ഞ പേസ്ട്രിക്ക് മൈദ മാവ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്ത് നമുക്കൊരു മാവ് തയ്യാറാക്കാം. ഒരു ഡോ പോലെ കുഴച്ചെടുക്കണം. ഇപ്പോൾ 2 കപ്പ് മൈദ അളന്ന് വെച്ചതാണ്. ഈ 2 കപ്പ് മൈദ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ചുകൂടി വലിയൊരു പാത്രം. അപ്പോൾ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ എൻ്റെ മെഷറിങ് കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml, അതിലാണ് ഞാൻ അളന്നെടുക്കുന്നത്. ലെവലായിട്ട്, അതായത് മുകൾ ഭാഗം ഇങ്ങനെ തട്ടി നിരപ്പാക്കിയത്, ഇങ്ങനെ കുമിച്ചല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദ മാവിൽ 1 നുള്ളിൻ്റെ പകുതി. ഉപ്പെന്ന് പറഞ്ഞാൽ ഇതൊരു മധുരമാണ്, അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരു ലേശം, അതൊക്കെ ഒരു പേരിന് വേണ്ടിയാണ് നമ്മൾ ചേർക്കുന്നത്. അതൊരു ആഡംബരം എന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ ഒരു രസത്തിന് ഒരല്പം ഉപ്പ്, 1 നുള്ളിൻ്റെ പകുതിയുടെ പകുതി ചേർത്താലും മതിയാകും. അത് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഒരു 2 ടീസ്പൂൺ, 2 ചെറിയ സ്പൂൺ, കോൺഫ്ലവർ, 2 ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്തു. ഇപ്പോൾ 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 നുള്ളിൻ്റെ പകുതി ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഇനി പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര, പൗഡേർഡ് ഷുഗർ, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/2 കപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ യോജിപ്പിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ ആ പേസ്ട്രി അങ്ങോട്ട് തയ്യാറാക്കാൻ പോകുന്നത്. പേസ്ട്രി ചെയ്യാനായിട്ട് പറ്റുന്നിടത്തോളം നല്ല കട്ടിയുള്ള വെണ്ണ, അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുറച്ച് ഹാർഡൻഡ് ആയിട്ടിരിക്കുന്നത്, അതായത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. അപ്പോൾ നല്ല വെണ്ണ നല്ല കട്ടിയായിട്ടിരിക്കും. അതാണ് ഏറ്റവും നല്ലത്. സോഫ്റ്റ് വെണ്ണയിൽ കാട്ടിലും നല്ലതാണ്. 200 ഗ്രാം വെണ്ണ, ഇതിപ്പോൾ 200 ഗ്രാമാണ് കൃത്യമായി പറഞ്ഞാൽ. അത് ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട്
യോജിപ്പിക്കാം. തിരുമ്മി എടുക്കുക. നമ്മൾ പുട്ടിൻ്റെ മാവെല്ലാം നനയ്ക്കുന്ന പോലെ ചെയ്യണം. ഇതിങ്ങനെ നന്നായിട്ട് ഈ മാവിൻ്റെ കൂടെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ ക്രംബിൾസ് പോലെ വരും. ഇനി നമ്മളിതിനെ കുഴച്ച് ഉരുട്ടി പരത്തി അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ പൈ ഡിഷിലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ആക്കുന്നില്ല. അതിന് പകരം ഒരു ട്രേ റെഡിയാക്കി വയ്ക്കാം. ഒരു ട്രേ, ഒരു അലൂമിനിയം, ഇൻഡാലിയം, എന്താണെങ്കിലും കുഴപ്പമില്ല, സിലിക്കോണിൻ്റെ ആവാം, എന്താണെങ്കിലും. ഇതിപ്പോൾ എൻ്റെ ഒരു ഇൻഡാലിയം ട്രേ ആണ്. അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാം. ഇനി ഈ തയ്യാറാക്കിയ പേസ്ട്രി കൂട്ട് ഇതിലേക്കിങ്ങനെ ആദ്യം നമുക്കിങ്ങനെ നിരത്താം. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ കുഴച്ച് പരത്തിയെടുക്കുന്ന ആ മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പേസ്ട്രി അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ബാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപോലെ ഈവനായിട്ട് ആദ്യം ഇങ്ങനെ നിരത്തുക. അപ്പോൾ നമ്മളിങ്ങനെ പേസ്ട്രി ബേസിക്കിനെ നിരത്തി കഴിഞ്ഞു. അപ്പോൾ പരത്തിയില്ല, ഒന്നും ചെയ്തില്ല. ഇനിയാണ് പരത്തൽ ചെയ്യാൻ പോകുന്നത്. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എന്തായാലും ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ്. നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നു, പരത്തിയില്ല, കുഴച്ചില്ല, അങ്ങനെ ഒന്നും ഉരുട്ടിയെടുത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ പ്രസ് ചെയ്താൽ നല്ലതായിട്ട് വഴങ്ങും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇത് ബേക്കായി കഴിഞ്ഞാൽ നല്ല ഉറച്ച ഷേപ്പിലിരിക്കണം. അതിൽ ക്രാക്കൊന്നും കഴിയുന്നിടത്തോളം അതിൽ വെട്ടലൊന്നും എന്താ പറയുക, വെടിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഇപ്പോഴേ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ നമ്മുടെ പേസ്ട്രി ബേസ് എങ്ങനെയുണ്ട്? നല്ല ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടായി കിടക്കുന്നൊരു ഇലക്ട്രിക് അവനിൽ ഒരു 180 ഡിഗ്രി ചൂടിൽ 20 മുതൽ 40 മിനിറ്റ് സമയം വരെ ഞാൻ പറയുന്നു. കാര്യം പല ഇലക്ട്രിക് അവനിലും പല അത്ര സമയം പല വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഒരു 20, 30, 40 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണം. ഇതൊന്ന് ഉറയ്ക്കണം. സൈഡ്സിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ട്, ബ്രൗൺ ആവണം എന്നില്ല, ലൈറ്റ് ഗോൾഡൻ കളറായി വന്നാൽ ഇത് സെറ്റായി എന്നാണ് അർത്ഥം. അതുവരെ ഒന്ന് ബേക്ക് ചെയ്യണം. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ചൂടായി കിടക്കുന്ന അവനിലേക്ക് മാറ്റും. അപ്പോൾ ഒരു പ്രീ ഹീറ്റഡ് അവനിലേക്ക്, പ്രീ ഹീറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മളിത് വയ്ക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു 5 മുതൽ 7 മിനിറ്റ് സമയം ഒരു 200 ഡിഗ്രി ചൂടിലൊന്ന് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്കാണ് നമ്മൾ പേസ്ട്രി എടുത്ത് വെച്ചിരിക്കുന്ന ബേസ്. അപ്പോൾ നമ്മുടെ പേസ്ട്രി ബേസ് ഒന്ന് ബേക്കായി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഫില്ലിംഗ് തയ്യാറാക്കണം. അപ്പോൾ നമ്മുടെ പേസ്ട്രി ബേസ് ഇവിടെ ബേക്കായി കിട്ടിയിരിക്കുകയാണ്. ഒരു 40 മിനിറ്റ് സമയം എടുത്തു. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ഇങ്ങനെ അറ്റത്തുനിന്ന് ഇങ്ങനെ ആയി തുടങ്ങുമ്പോൾ നമ്മളത് പിന്നെ അവനിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഞാനിത് എടുത്ത് പുറത്തേക്ക് വെച്ചു. ഒരല്പം തണുത്തോട്ടെ, കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ എന്ന് പറയുന്ന ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനുള്ളതാണ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു ലെമൺ ബാർ എന്ന് പറയുന്ന ഒരു പേസ്ട്രിയാണ്. അപ്പോൾ ലെമൺ പേസ്ട്രിയാണ്. ലെമൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നാരങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു നിറം എന്താണ്? യെല്ലോ, മഞ്ഞ, അല്ലേ? മഞ്ഞ കളർ. അപ്പോൾ ഇതിനൊരു മഞ്ഞ കളറും ഒക്കെ കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബൗളിലേക്ക് 4 മുട്ട ആദ്യം പൊട്ടിച്ച് ഒഴിക്കണം. നാല് മുട്ടയും ഇതൊരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ബീറ്റിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ഇങ്ങനെ പതപ്പിച്ച് അങ്ങനെയൊന്നും ചെയ്യണ്ട. അത് നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇത് അതൊന്നും വേണ്ട. പത കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ 4. പിന്നെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കോഴിക്കുഞ്ഞിനെ ഞാനിന്ന് പുറത്തെടുത്തിട്ടില്ല. നമ്മൾ എപ്പോഴും എഗ് സെപ്പറേറ്റർ എടുക്കുമ്പോൾ ആ കോഴിക്കുഞ്ഞിനെ ഞാൻ കൊണ്ടുവന്ന് കാണിക്കാറില്ല. ഇന്ന് അതുമില്ല. നമ്മൾ എല്ലാം ഒന്നിച്ച് പൊട്ടിച്ച് ഇട്ടു. അപ്പോൾ 4 മുട്ട. സാധാരണ ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ഇങ്ങനെ യോജിപ്പിച്ചാൽ മതിയാകും. ഒന്ന് ഉടച്ച് ചേർക്കുക എന്ന് തന്നെ പറയാം. 4 മുട്ടയെ ഒന്ന് ഉടയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് പഞ്ചസാര, 1.5 കപ്പ് പഞ്ചസാര. ഇത് പൊടിച്ച പഞ്ചസാരയല്ല, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര, ഷുഗർ ഗ്രാന്യൂൾസ്, ഗ്രാനുലേറ്റഡ് ഷുഗർ. അതായത് സാധാരണ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര. അത് ഈ മുട്ടയുടെ കൂടെ നമുക്ക് യോജിപ്പിക്കാം.
ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് അലിയിച്ചെടുക്കാം. അലിയിച്ച് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി ഇത് കുറച്ച് ലൂസാക്കണം. അപ്പോൾ പഞ്ചസാര ഇങ്ങനെ അലിഞ്ഞ് മുട്ടയുടെ കൂടെ യോജിക്കും. അപ്പോൾ നമ്മളുടെ പഞ്ചസാര മുട്ടയുടെ കൂടെ നന്നായിട്ട് അലിഞ്ഞ് യോജിച്ച് കഴിഞ്ഞു. ഈ എത്ര പത വേണ്ടാന്ന് വിചാരിച്ചിട്ടും കുറച്ച് പത വരുന്നുണ്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ. പക്ഷേ അത് കുഴപ്പമില്ല, അതിൻ്റെ കൂടെ ചേർന്ന് പോകും. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ 3 വലിയ സ്പൂൺ മൈദ മാവ്, 3 ടേബിൾ സ്പൂൺ. ലെവൽ വേണമെന്നില്ല, ഹീറ്റായാലും കുഴപ്പമില്ല, നല്ല കുപിച്ച് വേണമെങ്കിലും എടുക്കാം. 3 ടേബിൾ സ്പൂൺ. അത് ഇതിൻ്റെ കൂടെ ഒന്ന് ചെറുതായിട്ട് യോജിപ്പിക്കുക. ഒരുപാട് കുപിച്ചെടുക്കണ്ട, നല്ല ഏകദേശം നമ്മളിങ്ങനെ വലിയ സ്പൂണിന് ഇങ്ങനെ കോരിയെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ അതും ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാം. നന്നായിട്ട് കട്ടയില്ലാണ്ട് ഇതിൻ്റെ കൂടെ യോജിച്ച് കിട്ടണം. ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ യോജിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് നാരങ്ങയുടെ നീര്, ഒരു എന്താ പറയുക, ഇത് ശരിക്കും ഒരു ലെമൺ പേസ്ട്രിയാണ്. ലെമൺ പേസ്ട്രിക്ക് എന്തായാലും ഒരു നാരങ്ങയുടെ ഒരു ചെറിയൊരു പുളി ഉണ്ടാവും. അപ്പോൾ എത്ര പുളി വേണം എന്നനുസരിച്ചിട്ടാണ് നമ്മളിതിലേക്ക് നാരങ്ങ നീര് ചേർക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇനി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ 2 ആയാലും കുഴപ്പമില്ല. അതിൻ്റെ എത്ര വേണമെന്ന് നോക്കിയിട്ട് ഓരോരുത്തർക്ക്, ചിലർക്ക് ചെറിയൊരു പുളി ടേസ്റ്റ് ഇഷ്ടമാണ്. മധുരവും പുളിയും എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു ഫ്ലേവർ. അപ്പോൾ ആ നാരങ്ങയുടെ ഒരു രുചി ഇതിലേക്ക് വരും. ഇനി ഇതിനകത്തേക്ക് നാരങ്ങയുടെ തൊലി ചുരണ്ടിയത് അതൊരു 1/2 ടീസ്പൂൺ വരെ ചേർക്കുക. അതൊരു ഫ്ലേവറാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ലെമൺ എസൻസ് ചേർത്താലും മതിയാവും. ഇത് നാച്ചുറൽ പ്രോഡക്റ്റ് നമ്മൾ ചേർക്കുന്നു, പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതല്ലേ നാരങ്ങ വെച്ചൊരു കാര്യം ചെയ്യുന്നു. നാരങ്ങയുടെ തൊലി തന്നെ ചുരണ്ടി ഇടുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യം. ഇനി ഇതിനൊരു മഞ്ഞ നിറം കൊടുക്കണ്ടേ? ഇപ്പം തന്നെ ഒരു നാച്ചുറലായിട്ടുള്ളൊരു മഞ്ഞ നിറമുണ്ട്, സ്വാഭാവികമായിട്ടുള്ളൊരു മഞ്ഞയാണത്, മുട്ടയുടെ കളറാണത്. പക്ഷേ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇത്രയും കളർ കിട്ടില്ല. അതുകൊണ്ട് കുറച്ചൊരു എക്സ്ട്രാ കളർ കൊടുക്കുകയാണ്. അപ്പോൾ പെർമിറ്റഡ് ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ, ഒരു കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളറ് ഒരല്പം, ഒരു 1/2 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറച്ചൊരു കാര്യം കൂടി വേണം. ഒരല്പം പാലും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഒരു 1/4 കപ്പ് പശുവിൻ പാലെടുത്ത് വയ്ക്കുക. അത് അല്പം നാരങ്ങാനീര് ചേർത്തല്ലേ, അതുകൊണ്ട് കുഴപ്പമാവുമെന്നൊന്നും വിചാരിക്കേണ്ട, കുറച്ച് ചേർക്കാം. പാലും ചേർത്ത് ഒരു 1/4 കപ്പ് പാൽ. ഇനി നമുക്കൊരല്പം കളർ ചേർക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ആ കളർ കിട്ടാനായിട്ട്, ഒരു യെല്ലോ കളറ് ശരിക്കും തോന്നിക്കാൻ. ഇത് കണ്ടു, ഇപ്പോൾ വേറൊരു യെല്ലോ ആയി. ഇപ്പോൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു മഞ്ഞ നിറം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കളറ് ചേർക്കണം. നമ്മൾ കളേഴ്സിനെ പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷേ ചില കാര്യങ്ങളിൽ കളേഴ്സൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ ഇരിക്കണം എന്ന് തോന്നിയാൽ കളർ ചേർത്താലേ പറ്റുള്ളൂ. അതല്ല നമ്മുടെ വീട്ടാവശ്യത്തിനാണ്, ഇത് കളറൊന്നും വേണ്ടാന്ന്, ഇത് നമ്മൾ സ്വയം എടുക്കേണ്ട തീരുമാനമാണ്. കളർ വേണ്ടെങ്കിൽ വേണ്ട, ചേർക്കേണ്ട. നാച്ചുറലായിട്ട് എന്ത് കളറുണ്ടോ അത് മതി. ഒരു യെല്ലോ കളർ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു യെല്ലോ കളർ എപ്പോഴും കാണും. അപ്പോൾ നമ്മൾ ഒരു പകുതി ബേക്കാക്കി വെച്ചിരിക്കുന്ന ബേസിലേക്ക് ഈ ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങൾ, ഈ കൂട്ട് ഒഴിക്കാം. കണ്ടല്ലോ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ലെയർ. ഇനി വേറൊന്നും ചെയ്യാനില്ല. വീണ്ടും നമ്മൾ ഇലക്ട്രിക് അവനിലേക്ക് മാറ്റുന്നു. ചൂടായി കിടക്കുന്ന അവനിലേക്ക് വീണ്ടും ഒരു 15-20 മിനിറ്റ് ഇത് സെറ്റാകുന്നവരെ ഒന്ന് ബേക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും നമ്മൾ അവനിലേക്ക് കയറ്റി കഴിഞ്ഞു. ആ മേളത്തെ ലെയറും കൂടി ഒഴിച്ചിട്ട് ഇനി ഒരു 15 മുതൽ 20 മിനിറ്റ് സമയം വരെ കൊടുക്കാം. 180 ഡിഗ്രി 180 ഡിഗ്രി ചൂടിൽ തന്നെ. അപ്പോൾ ഒന്ന് ബേക്കായി മേളത്തെ ആ ഒരു ലെയറും കൂടി ഒന്ന് സെറ്റാകണം, ഒന്ന് ഉറയ്ക്കണം. ഉറച്ചു കഴിഞ്ഞാൽ നമ്മളത് പുറത്തേക്ക് എടുക്കും. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിക്കാം. മുറിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഏറ്റവും മേളിലായിട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാര, ഇങ്ങനെ ഐസിങ് ഷുഗർ ആകാം, അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര അതിൻ്റെ മേളിൽ ഇങ്ങനെ വിതറണം. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ലെമൺ പേസ്ട്രി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പാകത്തിനെല്ലാം റെഡിയായി, എല്ലാം സെറ്റായി കഴിഞ്ഞു. വീണ്ടും ഒരു 25 മിനിറ്റോളം ഞാൻ ബേക്ക് ചെയ്തു. ഇനി ഇത് നമ്മൾ ആ ട്രേയിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. കുറച്ചൊന്ന് തണുക്കാനായിട്ട് വെച്ചിരുന്നു. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞു.
ട്രെയിൽ നിന്നും എത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റും. കാര്യം നമ്മുടെ കയ്യിൽ ഈ എന്താ പറയുക ബട്ടർ പേപ്പറിൻ്റെ സഹായത്തോടെ അല്ലേ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് അതങ്ങ് എടുത്താൽ മാത്രം മതിയാകും. കണ്ടല്ലോ, ഒരു യെല്ലോ കളർ. സൈഡ് വ്യൂ നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ശരിക്കും മഞ്ഞ കാണാം. പിന്നെ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗർ നന്നായിട്ട് തണുത്തിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തെങ്കിലും ഒരു അല്പം ഈർപ്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ഇതൊരു അലങ്കാരവുമാണ് ഒരു ഉപകാരവുമാണ്. നമ്മളിങ്ങനെ ചെയ്തിട്ട് ആണ് കട്ട് ചെയ്യേണ്ടത്. കുറച്ച് ഐസിങ് ഷുഗറിൻ്റെ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര. ഇനി ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്യാം. ഇതൊരു ലെമൺ ബാർ എന്നാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ബാർ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ബാസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നീളമുള്ള പീസസ് ആണ്. റെക്റ്റാങ്കിളായിട്ട് കട്ട് ചെയ്യണം. നമുക്ക് ഇതിനെ വേണമെങ്കിൽ 3 ആക്കാം, അതല്ലെങ്കിൽ 2 ആക്കാം, എങ്ങനെ വേണമെങ്കിൽ. ഇച്ചിരി വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യാം. കണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ലെമൺ ബാർ. ഇങ്ങനെ വയ്ക്കുമ്പോൾ കറക്റ്റ് അറിയാൻ സാധിക്കും അതിൻ്റെ ഒരു സൈഡ് പിക്ചർ. ഇങ്ങനെ വയ്ക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇനി നമുക്കിങ്ങനെ ഇത് മുഴുവൻ ഇങ്ങനെ ബാർ ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ വലിപ്പവും സൈസും ഷേപ്പും ഒക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം. എങ്ങനത്തെ വേണം, ഏത് സൈസ് വേണം ഒക്കെ. അങ്ങനെ നമ്മുടെ ലെമൺ ബാസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടല്ലോ, ബാർ ഷേപ്പിലാണ്. ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ലെമൺ ഫ്ലേവറുള്ള ഒരു പേസ്ട്രി പോർഷനാണ്. അതിൻ്റെ അടിഭാഗത്തിരിക്കുന്നതും പേസ്ട്രിയുടെ നല്ല ക്രസ്റ്റി ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇത് ശരിക്കും താഴത്തെ ആ ഒരു ലെയർ നല്ല പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാദും അതിൻ്റെ മുകളിലുള്ളൊരു ചെറിയ മധുരവും പുളിയും എല്ലാം കൂടി ചേർന്ന യെല്ലോ ഭാഗവും രണ്ടും കൂടി ചേർന്ന് കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, വളരെ സ്വാദായിരിക്കും. എന്തായാലും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിരിക്കും. വളരെ എളുപ്പത്തിൽ വീട്ടമ്മയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇതിൽ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് മിക്സ് ചെയ്യുന്നു. ഈ വെയിറ്റിംഗ് ടൈം മാത്രമേ ഉള്ളൂ കുറച്ച് സമയം എടുക്കുന്നത്. ആദ്യത്തെ ഒരു 40-45 മിനിറ്റ് ബേസ് സെറ്റാകാൻ. അത് കഴിഞ്ഞ് എൻ്റെ മുകളിൽ ഫില്ലിംഗ് ഒഴിക്കുന്നതിൻ്റെ ബാക്കി കുറച്ച് സമയം ഒരു 20-25 മിനിറ്റ്. അത് ഏകദേശം ഒരു 1.5 മണിക്കൂർ മാറ്റി വയ്ക്കുക ഇതിൻ്റെ ടോട്ടൽ പ്രോസസ്സിന്. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായിരിക്കും. എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്ത കാര്യത്തിനുള്ളൊരു പിന്നെ എന്താ പറയുക, അതിനൊരു മറുപടി പോലെ നമുക്കൊരു സ്വാദുള്ളൊരു വിഭവം നമ്മുടെ മുന്നിലെത്തുന്നു. അത് കാഴ്ചയിൽ മാത്രമല്ല, കഴിക്കുമ്പോൾ അതിൻ്റെ സ്വാദും വളരെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച ലെമൺ ബാസ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ലെമൺ ബാർ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ആ ബാർ ഷേപ്പ്. ഇനി ഇത് ലെമൺ സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്താൽ മാത്രം മതി. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇതൊരു ബേക്കറിയിൽ തന്നെ പോയി നമുക്ക് വാങ്ങാൻ പറ്റിയെന്നിരിക്കില്ല. ചില ഐറ്റംസ് അങ്ങനെയാണ്, ചില സ്ഥലങ്ങളിൽ മാത്രം കിട്ടുന്ന ഐറ്റം ആയിരിക്കും. ഇതൊക്കെ ഒരു പക്ഷേ നമുക്ക് വീട്ടിൽ മാത്രം കിട്ടുന്നൊരു കാര്യമായിരിക്കും. എന്നാൽ ഏതൊരു ബേക്കറി വിഭവത്തോടും കിടപിടിക്കുന്ന ഒരു കാര്യം, നമുക്ക് തന്നെ സ്വന്തമായി ചെയ്ത് സ്വന്തമായി ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.